ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു മോർണിംഗ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഈ വാതിൽ തുറന്ന് ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നിൽക്കാനേ നല്ല സുഖമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ശരീരം ഒക്കെ ഒന്ന് ഉഷാറാകും. പിന്നെ പെട്ടെന്ന് ഓരോ ജോലികളിലേക്ക് കിടക്കും. അരി കഴുകി ആദ്യം തന്നെ ഗ്യാസ് അടുപ്പത്ത് വെച്ചു. ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. പിന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. കട്ടൻ ചായയിൽ ഞാൻ കുറച്ച് ചുക്കുപൊടിയും കുരുമുളക് പൊടിയും സ്വല്പം നാരങ്ങാനീരും ഒക്കെ ചേർക്കും. അപ്പോൾ രാവിലെ കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. മുമ്പ് ഞങ്ങൾ പാൽ ചായ ആയിരുന്നു കുടിക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഞങ്ങൾക്ക് 2 പേർക്കും, ചേട്ടനും എനിക്കും ഗ്യാസിൻ്റെ വയറിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. മോന് ചായ വേണ്ട, അവൻ ചായ കുടിക്കത്തില്ല. കട്ടൻ ചായ അവന് ഇഷ്ടമല്ല. ചിലപ്പോൾ തോന്നിയാൽ ഇത്തിരി കുടിക്കും. അപ്പോൾ എല്ലാം ചേർത്തു, പഞ്ചസാരയൊക്കെ ചേർത്തു. നിങ്ങൾ ബോട്ട് പോകുന്ന കാണുന്നുണ്ടോ? 5:30 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. നേരെ അങ്ങോട്ട് വെളുത്തില്ല, അതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. കുറച്ചും കൂടെയൊക്കെ വെളുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. എനിക്ക് ചായ ഇങ്ങനെ സമാധാനമായിട്ട് നിന്ന് എവിടെയെങ്കിലും ഇച്ചിരി സമയം, ഒരു 2 മിനിറ്റ് സമയം എടുത്ത് കുടിക്കണം. ഇനി കാപ്പിക്കുള്ള പരിപാടിയാണ്. വീശപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചു. നല്ല തിളച്ച വെള്ളത്തിൽ വേണമല്ലോ വീശപ്പം ഉണ്ടാക്കാൻ. പിന്നെ വാഴയില വേണം കേട്ടോ. ഞാൻ വാഴയിലക്കകത്താണ് ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമ്മൾ സാധാ പോലെ തയ്യാറാക്കും. അപ്പോൾ ഇതേ ബോട്ട് പോകുന്നുണ്ടോ? ഇനി വാഴയില നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വീശപ്പം ഉണ്ടാക്കാം. അടുത്ത ബോട്ട് പോകുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സൗണ്ട് നല്ല സൗണ്ടാണ് അന്നേരം. അപ്പോൾ ഇതേണ്ട മാവെല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചു. ആദ്യം ഞാൻ വലിയ തവി വെച്ചാൽ കേട്ടോ, വലിയ സ്പൂൺ വെച്ച്. കാര്യം നല്ല തിളച്ച വെള്ളമല്ലേ. പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല മയത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്തു. ഇനി ആ വാഴയിലയൊക്കെ വെച്ചിട്ട് അതിനകത്ത് വീശപ്പം റെഡിയായി. എനിക്കത് പെട്ടെന്ന് അങ്ങ് റെഡിയാവും കേട്ടോ. വീശപ്പത്തിന് വലിയ സമയം എടുക്കത്തില്ല. ഈ സാധാരണ ചിലർക്ക് പീച്ചാൻ ഭയങ്കര പാടല്ലേ, അതിങ്ങനെ പീച്ചിടാൻ. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈ കറക്കുന്നതായതുകൊണ്ട് വലിയ പാടില്ല. അപ്പോഴേക്ക് ഇതേ അരി വെന്തു. അരി ഞാൻ ഊറ്റിയിട്ടു കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ നിരന്ന് കിടന്നാലേ ഒന്നും എനിക്ക് നീങ്ങത്തില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്പോൾ ഉള്ളതങ്ങ് ഒന്ന് ഒതുക്കി ഇടും. പിന്നെ എല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ ക്ലീനിങ് ഒക്കെ. അത്യാവശ്യം രാവിലെ എല്ലാം ഒന്ന് ഒതുക്കി ഇട്ടിട്ടാണ് പോകുന്നത്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ബാക്കി കഴുകാനൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കൊഞ്ചിരുന്നു, അതങ്ങ് വറുത്തു. പിന്നെ ഒന്നിനും പെട്ടെന്ന് സമയമില്ല. കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ചോറെടുക്കണം. ഇച്ചിരി തോരനുണ്ടായിരുന്നു കേട്ടോ. തോരന് അരിഞ്ഞു വെച്ചു ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ തോരനും ചമ്മന്തിയും കൊഞ്ച് വറുത്തതും പിന്നെ അച്ചാറുണ്ട്. അച്ചാറും കൂട്ടിയാണ്. ഇലിമ്പിക്ക അച്ചാറാണ് കേട്ടോ. പക്ഷേ ഈ ഇലിമ്പിക്ക അച്ചാറൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നില്ല. അതിനൊന്നും ഉള്ള സമയം കിട്ടില്ല. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ വീഡിയോ ഓൺ ആയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ചോറും തോരനും ചമ്മന്തിയും അച്ചാറും എല്ലാം പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. ഇനി പെട്ടെന്ന് റെഡി ആവണം, സ്കൂളിലേക്ക് പോകണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.